ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ട് എന്താണ്, അതെങ്ങനെ തയ്യാറാക്കും, അതിൻ്റെ റെലവൻസ് എന്താണ്. റിസർച്ച് റിപ്പോർട്ടിംഗ്. Research reporting is an oral or a written presentation of important and useful aspects of the research work done. നമ്മൾ ചെയ്ത റിസർച്ച് വർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആൻഡ് യൂസ്ഫുൾ ആസ്പെക്ട്സിൻ്റെ റിട്ടൺ പ്രസൻറ്റേഷനാണ് അല്ലെങ്കിൽ ഓറൽ പ്രസൻറ്റേഷനാണ് റിസർച്ച് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് റൈറ്റിംഗ് എ തീസിസ് ഓർ എ പേപ്പർ ഈസ് ഇൻറ്റൻഡഡ് ടു പ്രസൻറ്റ് ക്ലിയർലി ദ പർപ്പസ് ആൻഡ് ഔട്ട്കം ഓഫ് എ സ്പെസിഫിക് റിസർച്ച് ഇൻവെസ്റ്റിഗേഷൻ. അതായത് സയൻറ്റിഫിക് റൈറ്റിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തീസിസ് അല്ല പേപ്പർ ആണെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർലി ദ പർപ്പസ് ആൻഡ് ഔട്ട്കം ഓഫ് എ സ്പെസിഫിക് റിസർച്ച് ഇൻവെസ്റ്റിഗേഷനാണ്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ബട്ട് എ മേജർ പാർട്ട് ഓഫ് ദ റിസർച്ച് സ്റ്റഡി. അപ്പോൾ ഈ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ റിസർച്ച് സ്റ്റഡിയാണ്. അതായത് റിസർച്ച് സ്റ്റഡിയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന ഇതാണല്ലോ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഈ 4-5 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിച്ച ഇത് എങ്ങനെയാണ്, അതിൻ്റെ അനാലിസിസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് റിസർച്ച് റിപ്പോർട്ട്. പക്ഷേ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ബട്ട് മേജർ പാർട്ട്. ഇത് ലാസ്റ്റ് പാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ മേജർ പാർട്ട് ഓഫ് ദ റിസർച്ച് സ്റ്റഡിയാണ്. A report helps the researcher get feedback from other researchers and experts working in the same field. അതായത് സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സിനെയും മറ്റ് റിസർച്ചേഴ്സിനെയും ഒക്കെ ഫീഡ്ബാക്ക് കിട്ടുന്നതിനും അതിൽ നിന്ന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്നതിനുമൊക്കെ ഈ റിസർച്ച് റിപ്പോർട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. ഇറ്റ് ഓൾസോ ഇവാലുവേറ്റ്സ് ദ സക്സസ് ആൻഡ് ഒറിജിനാലിറ്റി ഓഫ് ദ റിസർച്ചേഴ്സ് വർക്ക്. ഇത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു റിസർച്ചറിൻ്റെ വർക്കിൻ്റെ ഒറിജിനാലിറ്റിയെയും അതിൻ്റെ സക്സസിനെയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് റിസർച്ച് റിപ്പോർട്ടിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വിത്തൗട്ട് എ റിപ്പോർട്ട് എ റിസർച്ച് സ്റ്റഡി ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഓഫ് നോ യൂസ്. അതായത് റിസർച്ച് സ്റ്റഡി എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ് വിത്തൗട്ട് റിപ്പോർട്ട് നമ്മൾ എല്ലാം 5-6 വർഷം എടുത്ത് പഠിച്ചു, ഒരു വിഷയത്തെപ്പറ്റി പഠിച്ചു, പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വിത്തൗട്ട് എ റിപ്പോർട്ട് എ റിസർച്ച് സ്റ്റഡി ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഓഫ് നോ യൂസ്. എ റിപ്പോർട്ട് എസെൻഷ്യലി കൺവേസ് ദ ഔട്ട്കം ഓഫ് എ റിസർച്ച് വർക്ക് ടു ഇൻട്രസ്റ്റഡ് പേഴ്സൺസ്. അതായത് ഇൻട്രസ്റ്റഡ് പേഴ്സൺസിന് എസെൻഷ്യലായിട്ട് എന്താണ് ഒരു റിസർച്ച് വർക്കിൻ്റെ ഔട്ട്കം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ റിസർച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രില്യൻറ്റ് വർക്ക് ആൻഡ് മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫൈൻഡിങ്സ് ആർ ഓഫ് ലിറ്റിൽ വാല്യൂ ഇഫ് ദേ ആർ നോട്ട് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സയൻറ്റിഫിക് വേൾഡ്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സയൻറ്റിഫിക് വേൾഡിന് നമ്മളിത് വളരെ നന്നായിട്ട് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ബ്രില്യൻറ്റ് വർക്ക് എത്ര ബ്രില്യൻറ്റ് വർക്കാണെങ്കിലും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സയൻറ്റിഫിക് വേൾഡിനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകത്തക്ക രീതിയിലായിരിക്കണം റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കേണ്ടത്. അക്കോർഡിംഗ് ടു എലി മെയർ, in academic matters the iron rule is publish or perish. Sometimes delaying a publication of a result one would lose his claim. അതായത് എലി മെയർ പറയുന്നത് ഇൻ അക്കാഡമിക് മാറ്റേഴ്സ് ദ അയൺ റൂൾ ഈസ് പബ്ലിഷ് ഓർ പെരിഷ്. ഒന്നില്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ നശിക്കുക. നമ്മൾ അയൺ റൂൾ ഓഫ് സാമൂഹ്യ ശാസ്ത്രത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അയൺ റൂള് എക്സ്പോർട്ട് ഓർ പെരീഷ്. അതായത് ബ്രിട്ടീഷുകാരും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂളിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക് മാറ്റേഴ്സിൽ അയൺ റൂൾ എന്ന് പറയുന്നത് പബ്ലിഷ് ഓർ പെരീഷ്. ഒന്നില്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ പെരീഷ് എന്നാണ് പറയുന്നത്. സംടൈംസ് ഡിലേയിങ് എ പബ്ലിക്കേഷൻ ഓഫ് എ റിസൾട്ട് വൺ വുഡ് ലോസ് ഹിസ് ക്ലെയിം. അതായത് റിസൾട്ടിൻ്റെ പബ്ലിക്കേഷൻ ഡിലേ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ക്ലെയിം ലോസ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് റെലവൻസ് ഓഫ് റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ട് റൈറ്റ് ചെയ്യാനായിട്ടുള്ള റെലവൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്. Every research investigation is carried out with certain objectives. The outcome of a research work may add new information to a theory or may have technological applications. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്, റിസർച്ച് റിപ്പോർട്ടിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമ്മൾ റിസർച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ അതിന് കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ദ ഔട്ട്കം ഓഫ് എ റിസർച്ച് വർക്ക് മേ ആഡ് ന്യൂ ഇൻഫർമേഷൻ ടു എ തിയറി. അതായത് എന്താണ്, ഈ റിസർച്ച് വർക്കിൻ്റെ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കിയാൽ അത് ഒരു പുതിയ തിയറിക്കുള്ള ഒരു പുതിയ ഇൻഫർമേഷനായിട്ടോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിക്കൽ ആപ്ലിക്കേഷനോ ഒക്കെ കാരണമാകാം. രണ്ടാമത് പറയുന്നത്, സംടൈംസ് ദ റിസർച്ചർ മേ നോട്ട് ബി അവെയർ ഓഫ് ദ തിയററ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഓൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. റിസർച്ചർ എന്തായിരിക്കത്തില്ല, തിയററ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ പറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ തിയറി, അതായത് നമ്മൾ പഠിച്ച സ്റ്റഡിയെ പറ്റി അല്ലെങ്കിൽ റിസർച്ചിനെ പറ്റി ആണെങ്കിലും നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനെ പറ്റി കൂടുതൽ അവെയർ ആയിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ ആ റിസൾട്ട് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ പല ആൾക്കാർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഹിസ് റിസർച്ച് റിസൾട്ട്സ് മേ ബി യൂസ്ഫുൾ ടു അനദർ റിസർച്ച് പ്രോബ്ലം. മറ്റൊരു റിസർച്ച് പ്രോബ്ലത്തിന് എന്താണ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതായിരിക്കും നമ്മുടെ റിസർച്ച് റിപ്പോർട്ട്. നമ്മളതിനെപ്പറ്റി കൂടുതൽ അവെയർ അല്ല, അല്ലെങ്കിൽ വേറൊരു പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് ഇതെന്ന് നമുക്കറിയാൻ പാടില്ലെങ്കിൽ കൂടി ഇറ്റ് മേ ബി യൂസ്ഫുൾ ടു അനദർ റിസർച്ച് പ്രോബ്ലം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, some other researchers may be working or planning to work on the same or similar type of research work. Several researchers doing same research work is a waste of time unless the solution of the problem is needed very urgently and is of great use. അപ്പോൾ എന്താണ്, ചില റിസർച്ചേഴ്സ് മിക്കവാറും നമ്മളെടുക്കുന്ന സിമിലർ റിസർച്ച് ടോപ്പിക്ക് എടുത്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരായിരിക്കും. സെവറൽ റിസർച്ചേഴ്സ് ഡൂയിങ് സെയിം റിസർച്ച് വർക്ക് ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം. അതായത് പല റിസർച്ചേഴ്സ് സെയിം റിസർച്ച് വർക്ക് എടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു വേസ്റ്റേജ് ഓഫ് ടൈമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ഇസ് നീഡഡ് വെരി അർജൻറ്റ്ലി ആൻഡ് ഇസ് ഓഫ് ഗ്രേറ്റ് യൂസ്. അപ്പോൾ വെരി അർജൻറ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്യപ്പെടേണ്ട ഒരു പ്രോബ്ലം ആണെങ്കിൽ ഈ സെയിം റിസർച്ച് വർക്ക് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈമായിട്ട് മാറും. അടുത്ത ഒരു റെലവൻസ് എന്ന് പറയുന്നത്, റെപ്പറ്റേഷൻ ഓഫ് എ വർക്ക് ഷുഡ് ബി അവോയ്ഡഡ് ബൈ ദ റിസർച്ച് കമ്മ്യൂണിറ്റി ആസ് മച്ച് ആസ് പോസിബിൾ. മറ്റൊരു റെലവൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്, റെപ്പറ്റേഷൻ ഓഫ് എ വർക്ക് ഷുഡ് ബി അവോയ്ഡഡ്. അതായത് റെപ്പറ്റേഷൻ ഓഫ് എ വർക്ക് ഷുഡ് ബി അവോയ്ഡഡ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് റിസർച്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വർക്ക് ഓൾറെഡി നടന്നിട്ടുള്ളതാണോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റെപ്പറ്റേഷൻ ഓഫ് എ വർക്ക് ഷുഡ് ബി അവോയ്ഡഡ് ബൈ ദ റിസർച്ച് കമ്മ്യൂണിറ്റി ആസ് മച്ച് ആസ് പോസിബിൾ അൺലെസ് എ റിസർച്ചർ റിപ്പോർട്ട്സ് ഹിസ് വർക്ക് ടു ദ വേൾഡ്. the correctness, validity and originality of the work is under a question mark. അപ്പോൾ റിസർച്ചർ അദ്ദേഹത്തിൻ്റെ വർക്ക് വേൾഡിന് കാണിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദ കറക്റ്റ്നെസ്, വാലിഡിറ്റി ആൻഡ് ഒറിജിനാലിറ്റി ഓഫ് ദ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കുമെന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വാലിഡിറ്റി ഇല്ലാതെ പോകും നമ്മുടെ സ്റ്റഡിക്ക്. അതാണ് മറ്റൊരു റെലവൻസ് ഫോർ മേക്കിംഗ് റിസർച്ച് റിപ്പോർട്ട്. The outcome of a research work will become known to the scientific community only through publications. സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയെ നമുക്ക് ഇത് അറിയിക്കാനായിട്ട്, റിസർച്ച് വർക്കിൻ്റെ ഔട്ട്കം അറിയിക്കാനായിട്ട് ഒരു മാർഗം എന്ന് പറയുന്നത് പബ്ലിക്കേഷൻസിലൂടെയാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിപ്പോർട്ട് എ വർക്ക് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് ജേർണൽ ഓർ മാഗസിൻ ആൻഡ് ഇൻ സയൻറ്റിഫിക് മീറ്റിംഗ്സ് ലൈക്ക് കോൺഫറൻസസ്